എന്താ അമ്മേ? മോളെ നീ ഇതെവിടെയാ? ആ അതാമ്മേ, ഞാൻ ക്ലാസ്സിലായിരുന്നു. എന്താ അമ്മേ? ജയസുദേം പൊടിമോനും കൂടി ഹോസ്പിറ്റലിൽ പോയിരിക്കുക. എന്തു പറ്റി? അവൾക്ക് വയറിന് നല്ല സുഖമില്ല. അതിപ്പോ ഞാനുണ്ടാക്കുന്നൊന്നും കഴിക്കില്ലല്ലോ, വിശ്വാസമില്ലല്ലോ. ആ, അവളുണ്ടാക്കിയത് എന്തോ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, അതെടുത്ത് കഴിച്ചതാ. ഇപ്പൊ വയറിന് നല്ല സുഖമില്ല, ഛർദിലുവാ. അതുകൊണ്ട് പൊടിമോൻ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുക. പോയിട്ട് വിളിച്ചായിരുന്നോ അമ്മേ? ഈ പിള്ളച്ചേട്ടനാണെ ഓരോന്നുണ്ടാക്കി കൊടുത്ത എല്ലാത്തിനും കുറ്റം പറഞ്ഞോണ്ടിരിക്കുക. ഒരു സൗകര്യം തരുന്നില്ല. ഞാൻ വിളിക്കാമേ, ഞാൻ വേഗം എത്താം. ശരി. എന്തോന്നായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇവിടെ എല്ലാവർക്കും തന്നെ ഇഷ്ടമാ. വരുന്നു, പോകുന്നു, ഉള്ളുന്നു, ഉറങ്ങുന്നു. 8:30 ബസ്സിന് പോണമെന്ന് പറഞ്ഞതാ. സൂപ്പർ ഫാസ്റ്റാ, സൂപ്പർ ഫാസ്റ്റ്. എന്താ ഇത്? സാമ്പാറാണ്? ഇത് സാമ്പാറല്ല പിള്ളച്ചേട്ടാ, ഇത് കൂട്ടുകറിയാ. അയ്യേ, കൂട്ടുകറിയോ? അയ്യേ, എഴുതി വെക്കണം ഇവിടെ. ഉപ്പുമില്ല, മുളകുമില്ല. ഇതെന്തുവാ? ഇതെന്തുവാ? അത് മീൻകറി. അയ്യേ, എന്തോ മീനാ ഇത്? ചൂര. അയ്യോ, അത് വംശനാശം വന്നതല്ലയോ? അയലയോ മത്തിയോ വല്ലതും വാങ്ങിച്ച് കറി വയ്ക്കാറുള്ളതിന് പകരം ഒന്നിനും കൊള്ളാത്തത് ഉണ്ടാക്കി വയ്ക്കും. എന്റെ സരസുവിന് എന്തൊരു കൈപുണ്യമായിരുന്നു. പിള്ളച്ചേട്ടാ, എന്റെ ഭർത്താവിന് ഉണ്ടാക്കി കൊടുത്ത് ശീലിച്ച കൈപുണ്യേ എനിക്കുള്ളൂ. ഇത്രയും നാളുവേ ഈ ഉണ്ടാക്കി തരുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിള്ളച്ചേട്ടൻ അങ്ങോട്ടൊന്ന് കഴിച്ചേ. ഓ, സൗദ് മിടുക്കിയാണല്ലോ. ആ, 8:30 സൂപ്പർ ഫാസ്റ്റ് വരും. ആ, പെട്ടെന്നാട്ട് പെട്ടെന്നാട്ട്. ആ, മതി 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 മതി. ഇതെന്തോന്നാ? ഒന്ന് കഴിക്കും പിള്ളച്ചേട്ടാ. ഇതെന്തുവാ? അമ്പിളിയമ്മാരും. ഇത് കൊള്ളാം. ഇട്ടാ വട്ടം. ആ, ഇത് കൊള്ളാം. ആ, ഇതാരുണ്ടാക്കിയതാ? ഏതായാലും കൊള്ളാം. ആ ശരിയമ്മേ. ആ, ഞാൻ വിളിച്ചോളാം. ഓക്കെ, ശരിയമ്മേ. എങ്ങനെയുണ്ട് മോളെ? ഡോക്ടർ എന്തു പറഞ്ഞു? സുധീപേട്ട, അമ്മ ചിലപ്പോ രാത്രി വരും. അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും വലിയ സന്തോഷത്തില. ഞാൻ ഫ്രണ്ട്സിനോട് കൂടെ പറയട്ടെ. മോനെ, ഡോക്ടർ എന്തു പറഞ്ഞു? അവള് പറയും. മോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഡോക്ടർ എന്തോന്നാ പറഞ്ഞേ? വല്ല ദഹനക്കേടുമായിരിക്കും, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ശകലം വെളുത്തുള്ളി ചതച്ചരച്ച് കഴിച്ചാൽ അത് അപ്പോഴേ അങ്ങ് മാറിയേനെ. പിന്നെ എല്ലാം വെളുത്തുള്ളി തിന്നാൻ മാറുന്ന അസുഖങ്ങളല്ലേ. ഒന്നും അറിയില്ലെങ്കിലും മണ്ടത്തരങ്ങൾ അങ്ങ് വിളിച്ചു പറഞ്ഞോളും. അതെങ്ങനെ നല്ലതൊന്നും മനസ്സിൽ വരില്ലല്ലോ. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ എന്താ പറഞ്ഞ്? ഞാൻ ഏതോ ഐശ്വര്യമില്ലാത്തവളാ, ഈ കുടുംബം അങ്ങ് കലക്കാൻ വന്നവളാന്നൊക്കെയല്ലേ. എന്നിട്ടിപ്പോഴേ മൂത്ത മരുമോൾക്കില്ലാത്ത ഭാഗ്യം എനിക്കെങ്ങനാ ദൈവം തന്നത്? എന്റെ മനസ്സേ നല്ലതായതുകൊണ്ടാ. ആ, മോളെ 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 നിക്കും മോളെ, എന്താന്ന് തെളിച്ചൊന്ന് പറ. ഒന്നും തെളിയിക്കാനില്ല. എന്റെ വയറ്റില് സുധീപേട്ടന്റെ കുഞ്ഞു വളരുന്നു, അത്രേ ഉള്ളൂ. സത്യമാണോ മോളെ? സത്യമാണോ? സത്യമാണോ മോളെ? എന്റെ ഭഗവതി, നീ കനിഞ്ഞല്ലോ, സന്തോഷായി. കനിഞ്ഞു കനിഞ്ഞു. നല്ല മനസ്സുള്ളവർക്കേ അങ്ങനൊക്കെ നടക്കും. അല്ലാതെ കണ്ട അമ്പലങ്ങളൊക്കെ ചുറ്റി നടന്നിട്ടേ ഒരു കാര്യമില്ല. ആ, പിള്ളേ ചാച്ചോ, 4 അമ്പലം ചുറ്റി വഴിപാട് നടത്തിയിട്ടും ചരട് കെട്ടിയിട്ടും ലേഹ്യം കഴിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. മനസ്സ് നന്നാവണം. അതാർക്കായാലും, ചെറുതായാലും വലുതായാലും. സൗദേ, ഈ ഉടുപ്പൊന്ന് തേച്ചത് വില്ലേജ് ആപ്പീസ് വരെ ഒന്ന് പോണം. പിള്ളച്ചേട്ടാ, മോള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? എന്തോന്നാ? പിള്ളച്ചേട്ടനൊരു മുത്തശ്ശനാകാൻ പോവാ. മുത്തച്ഛനോ? മുത്തച്ഛനായിരിക്കത്തില്ല സൗദേ, മുതുക്കച്ഛനായിരിക്കും. അല്ല, ഞാനെങ്ങനാ മുത്തച്ഛനായത്? ചുമ്മാ തമാശ പറയല്ലേ. പൊടിമോന്റെ ഭാര്യയ്ക്ക് വിശേഷമുണ്ട്. 8:30 വണ്ടി 10:30 വന്നതുപോലെ ആയല്ലോ സൗദേ.
കുട്ടിക്ക് മീശ വന്നാൽ അമ്പിട്ടനെന്താ കാര്യം? എന്നാലും ഈ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞല്ലേ പിള്ളച്ചേട്ടാ. ആ കുഞ്ഞൊക്കെ എപ്പോഴേ ജനിച്ചു കഴിഞ്ഞു. അതിനെ ആരും കണ്ടില്ലല്ലോ. പക്ഷേ ഞാൻ കണ്ടു. ഞാൻ പോയി വിളിച്ചുകൊണ്ടുവരും. 8:30 ബസ്സിന് സൂപ്പർ ഫാസ്റ്റിന് ഞാൻ പോയി വിളിച്ചോണ്ടുവരും. ആ കണ്ടോ, ഞാൻ പോയി വിളിച്ചോണ്ടുവരും. ആ അവനാ. പിള്ളച്ചാച്ചോ, സുഖമാണോ? പോരാ. എന്താ തരാനുണ്ടോ? പിള്ളച്ചാച്ചന്റെ ഒരു ടൈമിംഗ് കോമഡി ആണല്ലോ. എടാ, നിന്റെ എന്താ? അപ്പന്റെ രജിസ്റ്റർ കച്ചേരി പോയാൽ ആ. ഒരു കാര്യവും നടക്കത്തില്ലല്ലോടാ. എല്ലാത്തിനും ഉടക്കാം. എന്റെ അപ്പൻ രജിസ്ട്രാർ ഓഫീസിലൊന്നും അല്ല. ഓ, നിന്റെ അപ്പൻ 8:30 സൂപ്പർ ഫാസ്റ്റിന്റെ ഡ്രൈവറാണല്ലേ? ആ ആ മര്യാദ ഇല്ലാത്തവനോട് നേരത്തിനും കാലത്തിനും വണ്ടി ഓടിക്കാൻ പോയി പറയടാ. മര്യാദ ഇല്ലാത്തവന്മാർക്കൊക്കെ ഈ മുഖമാ. ഓടാ, പോയി പറയടാ. ഓടാ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. എടാ, ഇങ്ങോട്ട് പോവാൻ. അയ്യടാ, അവൻ അങ്ങോട്ടേ പോകൂ. എലി പുന്നലുള്ളിടത്തല്ലേ പോകൂ. പോട്ടെ പോട്ടെ പോട്ടെ, വരുമല്ലോ. അവൻ തിരിച്ചു വരുമല്ലോ. വരട്ടെ വരട്ടെ വരട്ടെ. രവിയേട്ടൻ വന്നില്ല ജയ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ രാത്രി പോയതാ. ആഹാ, സബിയേച്ചി എത്തിയില്ല? സഭേച്ചി രാവിലെ തന്നെ പോയി. കോളേജിൽ ഇപ്പോ 6 മണിക്കല്ലേ ക്ലാസ് തുടങ്ങുന്നത്. ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വന്നപ്പോ ഇവിടെ എങ്ങും ആരുമില്ല. ഫോൺ വിളിച്ചാരെങ്കിലും കിട്ടുമോ? അതുമില്ല. എന്തുവാടോ ഇത്ര വലിയ സന്തോഷം? മുഖമൊക്കെ ആകെ തുടുത്തിരിക്കുകയാണല്ലോ. പൊടിമോസാറെ സ്നേഹിച്ചു തുടങ്ങിയോ? സ്നേഹിച്ചൊക്കെ തുടങ്ങി. അതിന്റെ റിസൾട്ടും കിട്ടി. എന്താ? ഉണ്ട്, വാ പറയാം. വാ സിറിലെ. എടാ മച്ചാനെ, നീ അങ്ങ് ഒപ്പിച്ചു കളഞ്ഞല്ലോടാ. നീ മിടുക്കനാ കേട്ടോ. അല്ലെങ്കിൽ ഈ വിഷയത്തിലൊക്കെ നീ കാലനാണല്ലോ. അത് നീ പണ്ടേ തെളിയിച്ചതല്ലേ. നിന്റെ ഒരു യോഗേ. ഒരു വയറൊഴിഞ്ഞപ്പോ അടുത്ത അങ്ങ് ഫില്ല് ചെയ്തല്ലോ. ഡാ, മറ്റവളിനി വരത്തില്ലടാ. ആരാ അവളെ കൊണ്ടുപോയെന്ന് നിനക്കറിയാവോ? എവിടാന്നറിയാവോ? ഞാനിതൊക്കെ എന്തിനാ അറിയുന്നേ? ഞാൻ കൊണ്ടുവരാടാ അവളെ. അതിസിറിന്റെ വാശിയാ. ഞാൻ കൊണ്ടുവരും അവളെ. നീ നോക്കിക്കോ. സിറിലെ, ദാ കൊടുക്ക് കൊടുക്ക്. ഇവനല്ലേ അച്ഛനായത്. കൊടുക്ക്, 2 എണ്ണം കൂടുതൽ കൊടുക്ക്. ഇന്ന സുധിബേട്ട. സുധിബേട്ട, കുഞ്ഞൊക്കെ ഒരു യോഗം അവനെ. അതൊരു അനുഗ്രഹം തന്നെയാ. ഇതെന്റെ ആഗ്രഹമായിരുന്നു സിറിൽ. ഈ തറവാട്ടില് എന്റെ കുഞ്ഞായിരിക്കണം ആദ്യം വളരേണ്ടതെന്ന്. സിർലി പറഞ്ഞിട്ടില്ലേ, അതെന്റെ വാശിയായിരുന്നു. എന്നെ ആണേൽ എന്താടാ? നിന്റെ അച്ഛൻ സ്വത്തുക്കൾ എഴുതരണ്ടേ? എന്നാലല്ലേ നമ്മുടെ കമ്പനി കാര്യങ്ങളൊക്കെ നടക്കൂ. അതിനി എന്താ ചെയ്യണ്ടേ സിറിലെ? അച്ഛന് മെന്റൽ പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് കോടതി പോയാ നിങ്ങൾക്ക് അർഹതപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതിനുള്ള വഴികളൊക്കെ ഞാനും ഏതെങ്കിലൂടെ നീക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് പോയാൽ മാത്രം മതി. അതിനൊന്ന് ഇറങ്ങണ്ടേ സിറിലെ? കണ്ടില്ലേ, ഈ സാധനം തുടച്ചുകൊണ്ടിരിക്കും എപ്പോ നോക്കിയാലും. എടാ, ഒന്ന് ഉഷാറാവൻ്റെ അളിയാ. എന്തോന്നാ ഇത്? ഒരു മിനിറ്റ് പോരാ. ഹലോ. സുധീപേട്ടാ, എന്തിനാ വെറുതെ സിറിലിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നേ? ഒന്ന് ഉഷാറായിക്കേ. എന്താ സുധീപേട്ടാ? ദാ ഒരെണ്ണോടെ കഴിച്ചോ. ജിലേബി വേണോ? സുധീപേട്ടാ.
ആ വനിച്ചേട്ടാ, അറിഞ്ഞു വലിയ സന്തോഷമായി. കുടുംബത്തിന് കിട്ടിയ വലിയ ഭാഗ്യമല്ലേ ഇത്. ഞാനിത്തിരി ഓട്ടത്തിലായി പോയി വനിച്ചേട്ടാ, അതാ പറ്റിയേ. ആ അതെ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാ, കൂടെ വരയ്ക്കുന്ന ആളാ. ഭാനിച്ചേട്ടൻ അറിയില്ല. ഞാൻ വിളിച്ചോളാം. സിറിലെപ്പോ വന്നമ്മേ? കുറച്ചു നേരമായി മോനെ. മോനെ കുടിക്കാൻ കുടിക്കാൻ വേണ്ടി എന്തെങ്കിലും എടുക്കാമേ? നമ്മുടെ ആ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നീ അന്വേഷിച്ച് നോക്കിയായിരുന്നോ? എങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റ് വേഗം അയച്ചാലല്ലേ എനിക്ക് കാര്യങ്ങൾ നീക്കാൻ പറ്റൂ. അതവിടുന്ന് മുനിസിപ്പാലിറ്റി കൊടുക്കണ്ടേ ഏഞ്ചലേ? അവിടുന്ന് കളക്ട് ചെയ്താൽ മതി എന്നാ അവര് പറഞ്ഞത്. ഒന്ന് ഫാസ്റ്റ് ആക്ക് നീ. ജയസുദേ, രവി ചായ എടുക്കട്ടെ? സിറിലുണ്ടല്ലോ, എടുത്തോ. ആ ശരി. ജയസുദാ, ഹോസ്പിറ്റലിൽ പോയിട്ട് തന്നെ ജയസുദാ. ഞാൻ വിളിക്കാം. ആഹാ രവിയേട്ടാ. ആ എന്താ രവിയേട്ടാ, ഇന്നലെ രാത്രി എവിടെയോ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. എവിടെയാ? അത് എൻ്റെ ഒരു സുഹൃത്തിന്റെ അച്ഛൻ മരിച്ചുപോയി. ആ ജയ പറഞ്ഞായിരുന്നു. എന്തായി, ക്രിമേഷനൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. സബിയേച്ചി വന്നായിരുന്നോ? ഇല്ല, അവള് നേരെ കോളേജിലോട്ട് പോയി. ആരാ രവിയേട്ടാ? പത്രത്തിലൊന്നും കണ്ടില്ല. ആരാ മരിച്ചത്? കുറച്ച് പ്രായമുള്ള ഒരാളാ, അതാ. ഓ, പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ. പിന്നില്ലേ, പുതിയൊരാളുകൂടി വരികയല്ലേ. സന്തോഷം. പുതിയ ആള് വന്നോട്ടെ. നമ്മുടെ കാര്യം എന്തായി? അതിന്റെ പേപ്പർ വർക്കൊക്കെ നടക്കുക, ഫൈനൽ സ്റ്റേജിലാ. ഓ, 2 മാസത്തിനകത്ത് ശരിയാവും. 2 മാസം ശരിയാവും. ഞാൻ അതിന്റെ പേപ്പർ വർക്കൊക്കെ നേരത്തെ തുടങ്ങിയിരുന്നു, അതുകൊണ്ടാ. അത് ലീഗലി അഡ്വക്കേറ്റിനെ കൺസൾട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? പിന്നീട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ. ആ ശ്രുതിയാ മൊത്തം കുഴപ്പിച്ചേ. അവളെ ഡിപ്പെൻഡ് ചെയ്താ പ്രോബ്ലമായി. ഒഴിഞ്ഞു പോയല്ലോ, സമാധാനമായി. അത് നന്നായി രവിയേട്ടാ. ഇപ്പോഴാ എനിക്കൊരു സമാധാനം. രവിയേട്ടാ ആ മോളെ, വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കേട്ടോ. കഴിക്ക്. സന്തോഷം. അവനോടുത്തോ? കൊടുത്തു. ഇനി എന്തിനൊരു കുഞ്ഞിനെ ദത്തെടുക്കുന്ന രവിയേട്ടാ? ഇവിടെ ഒരു കുഞ്ഞു വരാൻ പോവല്ലേ, അതുപോരെ? മോളെ, അത് ലീഗിലേക്ക് മൂവ് ചെയ്ത് പോയതല്ലേ, ഇനി അത് മാറ്റാൻ പറ്റില്ല. അതൊന്നും അല്ല കാര്യം, എനിക്കറിയാം. അവനെന്തേ, പൊടിവനെന്തേ? അവിടെ ഉണ്ട്, വാ. ആ കോർപ്പറേഷൻ ഓഫീസിൽ ഒരു സാബുണ്ട്, അയാളെ പോയി കണ്ടാൽ മതി. അയാളോട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2 ദിവസത്തിനകത്ത് ആ പേപ്പേഴ്സൊക്കെ ഒന്ന് മൂവ് ചെയ്യാൻ പറഞ്ഞ് വിളിച്ചിട്ട്. പിന്നെ ഇനിയാണ് മോളെ സിറിലിന്റെ കളി. അവള് കുഞ്ഞിനെ സ്വാഭാവികമായിട്ടും കൈമാറും, അതും അതിവിദഗ്ധമായി. റെക്കോർഡിക്കലി ഇഷ അരവിന്ദ് ഇപ്പോഴും കന്യാമറിയുമാണ്. പ്രസവിച്ചിട്ടില്ല. പ്രസവിച്ചതാണെങ്കിലോ ഒരിക്കലും പ്രസവിക്കാത്ത സബിത. അത് മറിമായല്ലയോ? പക്ഷേ നമ്മളതങ്ങ് പൊളിക്കും. എങ്ങനെ? എടീ, നമ്മളങ്ങ് പോകുന്നേരെ ഹോസ്പിറ്റലിലേക്ക്. എന്നിട്ട് ഇഷ അരവിന്ദിനെ കാണും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് കുഞ്ഞിന്റെ അച്ഛന്റെ പേര് ചോദിക്കും. ഉത്തരവുണ്ടോ അവൾക്ക്? ഇല്ല. ഇല്ല. ആരെ പറയാൻ പറ്റും? അരുൺ തോമസിനെ പറയാൻ പറ്റുമോ? അതുപോട്ടെ, സുദീപിനെ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെന്താ അവള് ചെയ്യുക? എന്ത് ചെയ്യാൻ? നിന്റെ ഡിമാൻഡിൽ അവള് വീഴും, അത്ര തന്നെ. അത് തന്നെ, സിംപ്ലി അവൾ ഫ്ലാറ്റ്. ആ പിന്നെ ഞാൻ തീരുമാനിക്കും അവൾ എന്ത് ചെയ്യണമെന്ന്. ഇനിയിപ്പോ അവൾ അരുൺ തോമസിന്റെ ബലത്തിൽ എനിക്കെതിരെ കളിച്ചാൽ ഞാൻ ലീഗൽ പ്രൊസീജിയേഴ്സ് നോക്കും. ലീഗൽ പ്രൊസീജിയറോ? ആ അതേടി. എടീ, പ്രസവിക്കാത്തവള് പ്രസവിച്ചു എന്ന് രേഖ ഉണ്ടാക്കിയതിനെതിരെ, പിന്നെ കുഞ്ഞിനെ വിറ്റതിനെതിരെ, അതിന് കൂട്ടുനിന്ന ഡോക്ടർക്കെതിരെ, കുഞ്ഞിനെ 2 കൈ നീട്ടി വാങ്ങാനിരിക്കുന്നില്ലേ രവിയും സബിതയും, അവർക്കെതിരെ കേസ് കൊടുക്കും ഞാൻ. സകലയെണ്ണത്തിനെതിരെ തട്ടിപ്പ്, വഞ്ചന, ബാലപീഡനം, മറ്റേത് കോപ്പ് എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒരു കേസ് കൊടുക്കും. അതോടെ അവൾ എന്റെ കാലു പിടിക്കും, കാൽ ചുവട്ടി വന്ന് വീഴും. അവളെ സഹായിച്ച സകലയെണ്ണത്തിനെ രക്ഷിക്കാൻ വേണ്ടി എന്നോട് കെഞ്ചും. നിന്നെ സമ്മതിച്ചു മോനെ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ നാളെ സൂര്യൻ ഉദിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രം. അപ്പൊ പോവാൻ റെഡി ആയിക്കോ നാളെ രാവിലെ. ശരി. ഒരു ചിയേഴ്സ് പറയണി. Cheers. Cheers.
സബി, നീ പറഞ്ഞതൊക്കെ നേരാണോ? അതേ രവി, ജയസുധിയുടെ സിറിലും പറഞ്ഞതാ ഇതൊക്കെ. അവര് ബന്ധുക്കളും കുടുംബക്കാരും ഒക്കെയാ. പിന്നെ എങ്ങനെയാ നമ്മൾ വിശ്വസിക്കാതിരിക്കുക? സബി, നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? ശ്രുതിയെ നമ്മൾ വിളിച്ചോണ്ടെന്ന ആദ്യ ദിവസം തന്നെ അവളുടെ രീതിയും പെരുമാറ്റവും ഒക്കെ നീ ഒന്ന് ഓർത്തു നോക്കി. ആരുടെയോ ചരടിൽ മൂവ് ചെയ്യുന്ന ഒരു പാവയെ പോലെയല്ലേ തോന്നിയത്? ഞാനത് 100 വട്ടം തന്നോട് പറഞ്ഞതാ. ശരിയാ, രവിയെന്ന് പറഞ്ഞെങ്കിലും എനിക്കത് തലേ കയറിയില്ല. പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് ശ്രുതി ഇങ്ങനൊരാവശ്യം പറയുമ്പോ ഉറപ്പായും നമ്മൾ ശ്രുതിയെ മനസ്സിലാക്കിയിട്ടില്ലെന്നല്ലേ? അവള് ചെയ്തതും പ്രവർത്തിച്ചതും ഒക്കെ കള്ളമല്ലേ രവി? അത് അയാളുടെ തന്നെ കുട്ടിയായിരിക്കും. മൊത്തം കാര്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ അതങ്ങനെ വരാനേ വഴിയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കോൺഫിഡൻഷ്യലായിട്ട് വെച്ച സംഗതികളിൽ അയാളുടെ സപ്പോർട്ട് വേണമെന്ന് പറയുന്നത് എന്തിനാ? അയാൾ വന്ന് ഹോസ്പിറ്റലിൽ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കും. എനിക്കെന്തോ ഇതത്ര ശരിയായിട്ട് തോന്നുന്നില്ല. ആത്മാങ്ങളട്ടോ, കുട്ടിയെ കച്ചവടം ചെയ്യുന്നതിന് തുല്യ. മെഡിക്കൽ എത്തിക്സിന് എതിരാ അത്. ഡോക്ടർമാർ കുരുങ്ങും, കൂട്ടുന്ന നമ്മളും. അതേ, തന്റെ ജോലിയും ബാധിക്കും, എന്റെ റെപ്യൂട്ടേഷനും ബാധിക്കും. കാരണം എല്ലാത്തിനും നല്ല സോളിഡ് പ്രൂഫുണ്ട്. പ്രസവിക്കാത്ത താൻ പ്രസവിച്ചു എന്ന് പറഞ്ഞ ഇനിയിപ്പോ അവൾക്ക് നമ്മൾ വിശ്വാസമില്ലഞ്ഞിട്ടാണോ? അവളുടെ കുഞ്ഞിനെ നമ്മൾ ഒഴിവാക്കുന്ന കരുതിയിട്ടാണോ? അതൊക്കെയാണ് അവൾ ആശങ്കയായി പറഞ്ഞത്. അതുകൊണ്ടാ മൂന്നാമതൊരാൾ ഇതൊക്കെ അറിയണമെന്ന് പറയുന്നതും. അതിലിപ്പോ അവളെ തെറ്റു പറയാൻ കഴിയില്ലല്ലോ. ഇനിയിപ്പോ കുഞ്ഞിനെ നമുക്ക് കിട്ടാതിരിക്കോ രവി? അറിയില്ല. പിന്നെന്തിനാ നമ്മൾ ഇത്ര കിടന്ന് മരിക്കുന്നത്? അവളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ. അവള് വിളിക്കുവോ കൊടുക്കുവോ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. അത് നടക്കില്ലല്ലോ. അങ്ങനെ നമ്മൾ മന്ദബുദ്ധികളാക്കാൻ പറ്റുമോ? നടക്കില്ല. പ്രസവിച്ച് കുഞ്ഞിനെയും കണ്ട് അതിന്റെ മുഖവും കണ്ടു കഴിഞ്ഞപ്പോ ഇപ്പൊ 100 അവകാശികളായി. എന്താ ഇത്? സബി, എന്തായാലും വേണ്ടില്ല. നാളെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അവളെ വേറെ സ്ഥലത്തേക്ക് അങ്ങ് മാറ്റുന്നു. രാവിലെ തന്നെ ഡിസ്ചാർജ് വാങ്ങിക്കണം. എന്തായാലും ഇത്ര എത്തിയില്ലേ, ഇനി കുറച്ച് സമയം കൂടെ വേണ്ടൂ. നമ്മളതങ്ങ് ചെയ്യും. അരുൺ തോമസിനെ നമ്മൾ അറിയിക്കണമെന്നല്ലേ അവള് പറഞ്ഞത്? ഇപ്പൊ അയാളെ അറിയിക്കാതിരുന്ന കുഴപ്പമാവോ? ഇല്ല, നമ്മൾ ആരും അറിയിക്കുന്നില്ല. ഇത്രയും നാള് അവള് പറയുന്നത് നമ്മൾ കേട്ടു. ഇനി നമ്മൾ പറയുന്നത് അവള് കേൾക്കട്ടെ. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കും. നമ്മൾ രാവിലെ അവളെ വേറെ സ്ഥലത്തുണ്ടാക്കും. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കും. അത്രേ ഉള്ളൂ. താൻ പോയി കിടക്ക്. നമ്മള് പറഞ്ഞ കള്ളങ്ങൾ അവർക്ക് വിശ്വാസമായി കാണും അല്ലേ രവി? അവരുടെ കാഴ്ചപ്പാടില് നമ്മളൊരു പെൺകുട്ടിയും കുഞ്ഞിനെയും ഇങ്ങനൊരു കളവ് പറഞ്ഞ് അവിടെ നിർത്തുന്ന അവർ കരുതില്ലല്ലോ സബി. അതല്ല, എന്നാലും അതൊരു ഹോസ്റ്റലല്ലേ, ഒത്തിരി പേര് താമസിക്കുന്ന സ്ഥലമല്ലേ. ആൾക്കാരൊക്കെ ഓരോന്ന് ചോദിക്കുമായിരിക്കും. ഒന്നാമതേ അവളും കുഞ്ഞും മാത്രമല്ലേ ഉള്ളൂ. അത് തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടാ കിട്ടിയെന്നറിയോ സബി? അത് വേറെ ആർക്കോ ബുക്ക് ചെയ്ത് വെച്ചിരുന്ന മുറിയാ. നമുക്കായോണ്ടാ ഒഴിഞ്ഞു തന്നെ. നമ്മൾ എന്താ അവരോട് പറഞ്ഞിരിക്കുന്നത്? അതൊന്നുകൂടി പറ. എനിക്കാകെ ടെൻഷനാവുക. അവര് മുഖത്ത് നോക്കി ചോദിച്ചാ അതന്നെ പറയണ്ടേ? താനിങ്ങനെ ടെൻഷൻ അടിക്കാതെ. തന്റെ മുഖം കണ്ട കള്ളം 10,000 ഇല്ലെന്ന് പറയുന്ന പോലെയാ. എന്താ പറയേണ്ടതെന്ന് പറ രവി. സുധി നമ്മുടെ കുടുംബ സുഹൃത്തിന്റെ ഭാര്യ. അവനിപ്പോ ഗൾഫിലാ. വരാൻ ഒരു 2 മാസം സമയമെടുക്കും. അതുവരെ അവിടെ താമസിപ്പിക്കും. അത്രേ ഉള്ളു കാര്യം. അപ്പോ അവൾക്ക് ബന്ധുക്കളോ മറ്റാരും ഇല്ലെന്ന് ചോദിക്കില്ലേ? നമ്മുടെ വീട്ടിലും ഇതുപോലെ കള്ളങ്ങൾ പറഞ്ഞല്ലേ കൊണ്ടുവന്ന് നിർത്തിയത്. സുരഭിയുടെ അനുജത്തിയാണ്, ജയകൃഷ്ണന്റെ ഭാര്യയാണ്. അതുപോലെ ഇതും കൈവിട്ടു പോകൂ രവി? അതിനാണ് വേറൊരു കഥ. അവരുടെ കല്യാണം 2 വീട്ടുകാരുടെയും എതിർപ്പിനെ അവഗണിച്ച് നമ്മൾ നടത്തി കൊടുത്തു എന്ന് പറയണം.
അതുകൊണ്ട് രണ്ട് വീട്ടുകാരുടെയും സഹകരണമില്ല. നമ്മളാണ് കാര്യങ്ങൾ നോക്കുന്നത്. ശ്രുതി അന്വേഷിച്ച് ആരും വരാത്തോടത്തോളം കാലം താൻ പേടിക്കണ്ട. എടോ, അവർക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല. 2 മാസത്തെ പണം മുൻകൂറായിട്ട് അവിടെ കൊടുത്തതല്ലേ, വേറെ ചോദ്യമൊന്നുമില്ല അതില്. ഒരു ഹോം മെയ്ഡിനെ കൂടെ നിർത്തണം. അപ്പോ സാഹിത്യകാരൻ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്. വേറെ വഴിയില്ലല്ലോടോ, പിടിച്ചു നിൽക്കണ്ടേ? എന്നാലും ശ്രുതി സമ്മതിക്കുമെന്ന് എന്റെ പേടി. അവളുടെ മനസ്സില് ഇനി എന്താന്ന് നമുക്കറിയില്ലല്ലോ. അവളുടെ മുന്നിൽ വേറെ മാർഗമില്ലല്ലോ സബി. 2 മാസം മാറി താമസിച്ചല്ലേ പറ്റൂ. അവള് സഹകരിക്കും, അതാ എന്റെ വിശ്വാസം. എല്ലാം ഞാൻ അംഗീകരിച്ചു രവി. പക്ഷേ അവള് പറയുന്നത് അരുൺ തോമസിനെ ഇത് അറിയിക്കണമെന്നല്ലേ. അവളിപ്പോ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ അരുൺ തോമസിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നെന്ന്. അത് നടക്കില്ലെന്ന് നമ്മൾ പറഞ്ഞതല്ലേ. അരുൺ തോമസിനല്ല, ആരെയും നമ്മൾ ഇതിനകത്ത് ഇടപെടുത്തുന്നില്ല. അതവൾ അംഗീകരിച്ചേ പറ്റൂ. Yeah.